നമ്മുടെ സേവ് കാർട്ടിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എങ്ങനെ നമ്മൾ വിഡ്രോവൽ കൊടുക്കുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മൈ സേവിങ് .in അടിച്ചു കൊടുക്കുക. മൈ സേവിങ് .in അടിച്ചു കഴിഞ്ഞാൽ ഇതാ സൈൻ ഇൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസർ നെയിം ഒരു മൊബൈൽ നമ്പർ ഏതെങ്കിലും ഒന്നുകിൽ യൂസർ നെയിം അടിക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പർ അടിക്കുക. ഓക്കെ, അത് നമ്മൾ ഫോൺ നമ്പർ ഞാൻ കറക്റ്റ് എൻ്റെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് അത് ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തത് നമ്മുടെ ബിസിനസ് സൈറ്റ് ഓപ്പണായി. ഇതാണ് നമ്മുടെ ബിസിനസ് സൈറ്റ്. ഓക്കെ, ഇതിന് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാ ഡീറ്റെയിലും കാണാം, നമ്മളെ എമൗണ്ട് ഇൻകൊക്കെ കാണാം. അതിൽ ഈ മൈ സേവ് കാർഡ് വാലറ്റ് ഉണ്ടല്ലേ, ഈ ബ്ലൂ ലെറ്ററിൽ എഴുതിയ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. മൈ സേവ് കാർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നാൽ നമ്മുടെ എമൗണ്ട് എത്രയാണോ നമുക്ക് എമൗണ്ട് കൂടെ കാണിക്കും. ആ എമൗണ്ട് നമുക്കത് വിഡ്രോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ താഴെ വന്ന ഈ സബ്മിറ്റ് ബട്ടൺ ട്രാൻസ്ഫർ റിക്വസ്റ്റ് എമൗണ്ട് ഓൾറെഡി ഇവിടെ ഈ കോളത്തിൽ കാണിക്കുന്നുണ്ട്. അത് എത്ര എമൗണ്ടാണ് വേണ്ടത്, ആ എമൗണ്ടിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് മാറ്റം വരുത്താം. ഓക്കെ, ഇപ്പം ഞാനിതിപ്പോൾ ഒരു 500 രൂപയാക്കുന്നു. ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുക്കുന്ന ഓക്കെ ബട്ടൺ നിൽക്കാം. യുവർ ട്രാൻസ്ഫർ റിക്വസ്റ്റ് അക്സെപ്റ്റഡ്. ഓക്കെ, എന്നിട്ട് വീണ്ടും ഓക്കെ അടിക്കുക. ഇപ്പം എന്തായി, ഞാൻ കൊടുത്ത എമൗണ്ട് ട്രാൻസ്ഫറായി. ഇനി അത് കമ്പനി അത് വെരിഫൈ ചെയ്ത് നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കണ്ടില്ല, ഇപ്പോൾ അതിൻ്റെ ബാലൻസ് കുറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സേവ് കാർഡിൽ വരുന്ന ഇൻകം വിഡ്രോവൽ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.